മലയാള സാഹിത്യത്തിൻ്റെ കാരണവരും കുലപതിയുമൊക്കെയായ എം.ടി. വാസുദേവൻ നായർ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് എന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ വിളിക്കാം. അദ്ദേഹം മിതഭാഷിയാണ്, എന്നാൽ അല്പം പരുക്കൻ സ്വഭാവത്തിന് ഉടമയുമാണ്. തന്നോട് വളരെ അടുപ്പം പുലർത്തുന്ന, തനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് തോന്നുന്ന ആളുകളോട് മാത്രമേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഇടപെടാറുള്ളൂ. ഇപ്പോൾ ഒരാൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുവാൻ വേണ്ടിയിട്ട് എം.ടി. ആ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ ചെന്നാൽ പോലും അദ്ദേഹം ഇൻ്റർവ്യൂ അനുവദിക്കത്തില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു രീതി മുൻകൂട്ടി അനുവാദം വാങ്ങി തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം അനുവദിക്കുള്ളൂ. ഇനി അഥവാ അങ്ങനെയൊക്കെ അഭിമുഖം അനുവദിച്ചു എന്ന് തന്നെ വിചാരിക്കുക, ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളൊക്കെ വന്നു, അല്ലെങ്കിൽ പുതിയ ജേർണലിസ്റ്റുകളോ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അന്നേരം ഒന്നെങ്കിൽ ഇറക്കി വിടും, അല്ലെങ്കിൽ ഉത്തരം പറയാണ്ടിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും. ഇങ്ങനെയുള്ള അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പലർക്കും നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് സാഹിത്യകാരന്മാരൊക്കെ പലരും ഇങ്ങനെ വികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ്. നമുക്കറിയാം, സിനിമാ നടി മീര ജാസ്മിനെ കൊണ്ട് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളതൊക്കെ അവരുടെ മൂഡ് നോക്കി വേണം, വലിയ പാടായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് എം.ടിനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എം.ടിയുടെ അപ്രീതിക്ക് പാത്രമായാൽ അത് തൻ്റെ സുഹൃത്താകാം, എത്രമാത്രം അടുപ്പമുള്ള ഒരു വ്യക്തിയായാലും പിന്നെ മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നൊരു പൊതു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ മലയാള സാഹിത്യത്തിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകാരനും സാഹിത്യകാരനും ശില്പിയുമൊക്കെയായ എം.വി. ദേവന് എം.ടി. വാസുദേവൻ നായർ ചെയ്ത ഒരു കാര്യം ഇഷ്ടപ്പെടാതെ അതിനെ പരസ്യമായിട്ട് വിമർശിച്ചു. പ്രത്യേകിച്ച് കലാകൗമുദിയിൽ ഒരു ലേഖനം എഴുതി. അങ്ങനെ എം.ടിയുടെ അപ്രീതിക്ക് പാത്രമായ അദ്ദേഹം കോടതി കയറി കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പം എം.വി. ദേവൻ്റെ ഭാഗത്താണോ ഇതിലോ ന്യായം, അതോ ഇനി എം.ടിയുടെ ഭാഗത്താണോ ന്യായമെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിട്ട് വിലയിരുത്തുക. അതായത് എം.ടിയെ സുഖിപ്പിക്കുവാനൊക്കെ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്ന നോവലിൻ്റെ ജൂബിലി എവിടെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ മുറ്റത്താണ് ആഘോഷിക്കുന്നത്. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ എം.വി. ദേവൻ എന്ന വ്യക്തി തൻ്റെ ഒരു മേഖലയുമായിട്ട് ഉള്ള അല്ലാതെ ഏത് തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നാലും കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന, നിശ്ചിതമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന, അപ്പോൾ മുഖം നോക്കാതെ വെട്ടിത്തുരുന്ന കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഇത് വല്ല കരയോഗം ഓഫീസുകളിൽ ഹോട്ടലുകളിൽ വെച്ച് മാത്രം നടത്താൻ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എം.ടി വലിയ സംഭവമാണെന്ന് പറയുന്നു, സൂചിപ്പിക്കുന്ന ഈ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കേരള സാഹിത്യ അക്കാദമി വേദിയാക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയൊരു തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തോന്നത്തില്ല. ഇനി എം.ടി മലയാള സാഹിത്യത്തിൻ്റെ കാരണവരാണ്, അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ അക്കാദമിയുടെ ആ ഒരു ഭാഗത്ത് വെച്ച് വേദിയിൽ നടത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്കതിനകത്ത് പറയാൻ പറ്റില്ല. സർക്കാർ ചെലവിലാണ് എന്നുള്ളതാണ് അതിന് അദ്ദേഹം എം.വി. ദേവൻ കണ്ട ന്യായം. എന്തായാലും പ്രശ്നമായി. അവസാനം എം.ടി അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്തു. അത് എം.ടി ആദ്യമായിട്ട് മാനനഷ്ട കേസ് കൊടുത്ത വ്യക്തി ഈ ദേവൻ എന്ന ചിത്രകാരനാണ്, സാഹിത്യകാരനാണ്, ശില്പിയാണ്. അവസാനം എന്തായാലും 10,000 രൂപയുടെ സ്വന്തം ജാമ്യത്തിലും 2 പേരുടെ ആൾജാമ്യത്തിലുമാണ് അദ്ദേഹത്തിന് കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങേർക്ക് കിട്ടിയത്. അതായത് എം.ടിയുടെ രോഷത്തിൽ ഒരാൾ പെട്ടാൽ, അല്ലെങ്കിൽ അങ്ങേരുടെ പുക കാണും വരെ ഇങ്ങേര് കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ലക്ഷ്യം കാണും വരെ കൃത്യമായിട്ട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു വ്യക്തിയാണ് എം.ടി. അങ്ങനെ പണി വാങ്ങിയ രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ശ്രീകുമാർ മേനോനാണ്. നമുക്കറിയാം, എം.ടിയുടെ സിനിമയായ രണ്ടാം ഊഴം സിനിമയാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എം.ടിയെ സമീപിക്കുന്ന ഒരു കാര്യം തന്നെ പറയുന്നുണ്ട്. തങ്ങൾ തമ്മിൽ ഒരു പിതൃപുത്ര ബന്ധമൊക്കെ ആയിരുന്നു എന്നാണ് ശ്രീകുമാർ മേനോൻ പറയുന്നത്. അപ്പം എം.ടി എന്ന വ്യക്തിയെ അത്ര പെട്ടെന്ന് പ്രസാദിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യകാലത്തൊക്കെ എം.ടിനെ വീട്ടിൽ കാണാൻ ചെല്ലുമ്പോൾ 3 തവണയെങ്ങാണ്ട് ചെന്നിട്ടാണ് ഈ തിരക്കഥ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നത്. എം.ടി കസേരയിലിരിക്കുമ്പോൾ താൻ നിലത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ അതിന് 2 അർത്ഥങ്ങൾ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്നുകിൽ എം.ടിയുടെ പ്രീതി പഠിച്ചു പറ്റാൻ, അല്ലെങ്കിൽ താൻ എം.ടിയെക്കാളും ഒരുപാട് താഴെയാണ്, കാരണവരാണെന്നുള്ള ബഹുമാനം കൊണ്ടാവാം, ഇല്ലെങ്കിൽ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് പറയുന്ന രീതിയിൽ എളിമയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാവാം.
അദ്ദേഹം താഴെ ഇരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. നേരെ മറിച്ച് MD എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ഒരാൾ ചെറുപ്പമാണെങ്കിലും ആരെങ്കിലും ആട്ടെ നിലത്തിരിക്കേണ്ട കാര്യമില്ല, ഒരു കസേരയിലോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ റൂമിൽ ഇടയുണ്ടല്ലോ നിനക്ക് ആ കസേര ഇരിക്കുക എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം. അദ്ദേഹം അത് പറഞ്ഞോ ഇല്ലയെന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെയൊന്നും എഴുതി കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ തിരക്കഥ സ്വന്തമാക്കിയ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ 2014 ഇത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഒരു കരാർ എഴുതുന്നു. 3 വർഷം കൊണ്ട് സിനിമ പൂർത്തിയാക്കാം. 1000 കോടി രൂപ ചെലവിൽ ബഡ്ജറ്റാണ് ഇട്ടത്. അതിനകത്ത് നായകനായിട്ട് മോഹൻലാലിനെ തീരുമാനിക്കുകയും ചെയ്തു. BR ഷെട്ടി ചിത്രം നിർമ്മിക്കും എന്ന തീരുമാനം വന്നു. പക്ഷേ കരാറിൽ പറഞ്ഞ 3 വർഷം കഴിഞ്ഞിട്ട് സിനിമയുടെ അനക്കമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും MDക്ക് ഇഷ്ടക്കേടൊക്കെയായി. അപ്പം ഇനി ഞാൻ ശ്രീകുമാർ മേനോനുമായിട്ട് ചിത്രം നിർമ്മിക്കാമെന്ന് MD ഉടക്കിട്ടു. അപ്പോൾ ഇതുവരെ ഞങ്ങൾ അപ്പനും മോനുമാണ്, അത്ര ആത്മബന്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല MD പറഞ്ഞു ഇതുവരെ കരാറിൻ്റെ ഭാഗമായിട്ട് തനിക്ക് കിട്ടിയ പൈസയും തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ മാന്യമായ ഒരു നിർദ്ദേശമായിട്ട് തന്നെ സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ പരിഗണിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ശ്രീകുമാർ മേനോനെ സംബന്ധിച്ച് അദ്ദേഹം കേസുമായിട്ട് MD തന്നെയാണ് ആദ്യമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. ശ്രീകുമാർ മേനോനെ നാണക്കേടായി. പിന്നെ രണ്ടു കൂട്ടരും എല്ലാവരും കേസിലിറങ്ങിക്കഴിഞ്ഞാൽ ഈഗോ എല്ലാവർക്കും വർക്കൗട്ട് ആവുമല്ലോ. അങ്ങനെ ഇവരുടെ ബന്ധത്തിലൊക്കെ പ്രശ്നമായി, കോടതിയിലെത്തി. അപ്പം കോടതിയിലെ മധ്യസ്ഥനെ നിയമിക്കാൻ ശ്രീകുമാർ മേനോനെ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ആ നിർദ്ദേശമൊക്കെ തള്ളി. പിന്നാലെ ശ്രീകുമാർ മേനോന് സുപ്രീം കോടതിക്ക് പോയി. ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് നമ്മുടെ MD ആണെങ്കിൽ തടസ്സ ഹർജി കൊടുത്തു. തൻ്റെ വാദം കേൾക്കാതെ ബാക്കി തീരുമാനമൊന്നും ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞു. അവസാനം എന്നാ കാണിച്ചാൽ ഇനി ശ്രീകുമാർ മേനോനായിട്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകലെന്ന് MD തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെയാണ് നമ്മുടെ രണ്ടാം ഊഴം ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കുന്നത്. അപ്പം ശ്രീകുമാർ മേനോനും വിട്ടുകൊടുത്തില്ല. MT വാസുദേവൻ നായർ കാരണം താൻ ചർച്ചകൾ മറ്റു പല കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരുപാട് പൈസ നഷ്ടമായി. അതിൽ ചെലവും നഷ്ടം നികത്തണമെന്നും 20 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ശ്രീകുമാർ മേനോൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ശരിക്കും MDയും കുടുങ്ങി എന്ന് പറയുക. അങ്ങനെ മാത്രമല്ല ആദ്യം കരാർ ലംഘിച്ചത് MD ആണെന്ന് നോട്ടീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടാം ഊഴം കോടതി കയറി ഇതിൻ്റെ ഒരു തീരുമാനത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു കിടക്കുകയാണ്. അതായത് ഒരു വടക്കം വീരഗാഥ പോലെ എവർഗ്രീൻ സിനിമയാണ് അദ്ദേഹം എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്നേ 1000 കോടി ചിലവ് ബഡ്ജറ്റ് ഉദ്ദേശിച്ചാലും പലപ്പോഴും സിനിമ അതിൽ നിൽക്കില്ല. MDയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരക്കഥ കൊടുത്തതുള്ളൂ. പക്ഷേ ഇതുമായിട്ട് പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന സംവിധായകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കൊക്കെ സംബന്ധിച്ചുള്ള 1000 കോടി അത്ര ചുമ്മാ ഉണ്ടാകുന്ന പൈസയൊന്നുമല്ല. മാത്രമല്ല സിനിമ അവരുദ്ദേശിക്കുന്ന രീതിയിൽ കലാമൂല്യമുള്ളതായിരിക്കണം. എല്ലാ അർത്ഥത്തിലും അത് 100% വിജയമായിരിക്കണം. ഇല്ലെങ്കിൽ സിനിമ പൊട്ടി പാളീസാവും. പലയിടം കുത്തുപാള എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബിസിനസ് കോടികളൊക്കെ അങ്ങ് നഷ്ടപ്പെടും. അല്ലാണ്ട് ചക്കക്കുരു വിറ്റിട്ടുണ്ടാക്കുന്ന പൈസയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൂടെ നമ്മൾ ഉൾക്കൊള്ളണം. ഒരു സിനിമ എന്ന് പറയുമ്പോൾ വലിയൊരു ബിസിനസ്സാണ്. അതിന് ഇടയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അഭിനേതാക്കളെ സംബന്ധിച്ച് ഇപ്പം മോഹൻലാൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള പ്രതിഫലം കിട്ടി, പരിപാടി തീർന്നു. തിരക്കഥ കൊടുത്തു, പരിപാടി തീർന്നു. MDയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല പറയുന്നത്. ഇതിനകത്ത് ടെക്നീഷ്യന്മാരൊക്കെ വരുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം കൃത്യ സാലറി അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള പണം കിട്ടണം. അതോടുകൂടി ഇടപാട് തീർന്നു. പിന്നീട് സിനിമ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ രണ്ടാമത്തെ കാര്യം. അപ്പം താൻ അഭിനയിച്ച ഒരു സിനിമ ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആരെങ്കിലും ആട്ടെ അവർക്കത് കരിയറിൽ ഒരു ചീത്തപ്പേരാണ്. അതിനപ്പുറത്തേക്ക് ഇവർക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം അങ്ങ് വെളുത്തു. ചില്ലറ ബഡ്ജറ്റിലൊന്നും അല്ല പല സിനിമ ഇറങ്ങുന്നത്. അതുപോലെ 1000 കോടിയുടെ ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ശ്രീകുമാർ മേനോനൊക്കെ അല്ലെങ്കിൽ അതിനുള്ള ആളെ കാണണം, ഇച്ചിരി സാവകാശം എടുക്കാം എന്നൊക്കെ ചിന്തിച്ചത്. അപ്പോൾ എന്തായാലും അത് മാത്രം കാത്തുനിൽക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല. കേസും വയ്യാവലിയൊക്കെ ആയിട്ട് പോയി. അതിനിടയ്ക്ക് ഇപ്പോൾ MD മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, MDക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വന്തം ബന്ധം നോക്കല, യാതൊരു മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏതോ ഒരു സിനിമയിൽ നമ്മുടെ തിലകന മകനായ മോഹൻലാലിനെ ശിക്ഷിക്കുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അതുപോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ രചനകൾ സമൂഹത്തിൽ വല്ലാത്ത ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ചുമ്മാ ഉള്ള മാവിൽ വെറുതെ എന്താണ് പഴമക്കാർ പറയും, ഒരു മാവിന് ഏറ് കൊള്ളുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കായുണ്ട് അല്ലെങ്കിൽ ഫലമുണ്ട്. അപ്പം കായ്ഫലമില്ലാത്ത മാവിനെ ആരും എറിയില്ല. അതുപോലെ MDക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ നാലുപാടും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം MD മഹാനായ ഒരു കലാകാരനായിരുന്നു. വളരെ സർഗാത്മക ശേഷി അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്.
തീർച്ചയായും വളർച്ചയുടെ ഒരു പടവിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ശത്രുക്കൾ സ്വാഭാവികമായിട്ടും കൂടും. അപ്രീതിയുള്ളവർ ധാരാളമായിട്ടുണ്ടാവും. പിന്നെ സത്യം വിളിച്ചു പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെ ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിച്ചു, ഇങ്ങനെയൊക്കെ തരത്തിൽ മതത്തെ അധിക്ഷേപിച്ചു, ദേവീദേവന്മാരെ അപമാനിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ആ കാര്യം എന്താണ് എന്ന് നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. MTയുടെ കോപാഗ്നിയിൽ വെന്ത് വെണ്ണീറായ ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ.